എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ആകെപ്പാടെ നാണം കെട്ട് സുതി നിൽക്കുവാണ്. എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. കള്ളത്തരങ്ങളൊക്കെ കൈയോടെ പിടികൂടി. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് പിന്നെ സഹിച്ചില്ല. ശ്രുതി മുറിയിലേക്ക് കയറി ഓടിപ്പോവാണ്. പെട്ടെന്ന് തന്നെ ചന്ദ്രമതി വന്നിട്ട് സുതിയോട് പറഞ്ഞു, ചെല്ലടാ, ചെന്ന് അവളെ ആശ്വസിപ്പിക്കാനൊക്കെ പറയണം. പിന്നീട് ശ്രുതി നേരെ മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും ശ്രുതി അവിടെ ഇരുന്ന് വാവിട്ടിരുന്ന് കരയുന്നുണ്ടായിരുന്നു. സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ശ്രുതിക്ക്. കാരണം താൻ കാരണമാണല്ലോ ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ എന്നൊരു ചിന്ത അങ്ങോട്ട് മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് ശ്രുതിനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ശ്രുതി അമ്പിനും വില്ലിനും അടുത്തില്ല. ശ്രുതി പറഞ്ഞു, എന്നാലും നിങ്ങൾ ഇത്രമാത്രം ദുഷ്ടനാന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾക്ക് എന്നോട് എങ്ങനെ ഈ കള്ളത്തരം ചെയ്യാൻ തോന്നി? ജോലി ഇല്ലെന്ന് എൻ്റെ അടുത്ത് പറയുവാണെ പോലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഞാനെന്ത് അഡ്ജസ്റ്റ് ചെയ്തുതരാം. പക്ഷെ ജോലി ഉണ്ടെന്ന് മറച്ചു വെച്ചിട്ട് എല്ലാവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തിയില്ലേ? ഒരു വാക്ക് നിങ്ങൾക്ക് പറയാൻ മേലായിരുന്നോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, രേവതി ആണെങ്കിലും സച്ചി ആണെങ്കിലും എല്ലാവരുടെയും എന്റെ മുഖത്ത് നോക്കി എന്തൊക്കെയാ പറഞ്ഞെന്ന്. അത് കേൾപ്പിക്കാൻ വേണ്ടിയല്ലേന്ന് ചോദിക്കും. ശ്രുതി, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ എന്ത് പറയാനായിട്ടാ? നിങ്ങള് മാസാമാസം എനിക്ക് ശമ്പളം കൊണ്ടെത്തുന്നു. ചോദിച്ചു കഴിഞ്ഞപ്പോഴോ ഷോറൂമിൽ നിന്ന് ശമ്പളം കിട്ടിയതാന്ന് പറഞ്ഞു. അതൊക്കെ എവിടുന്നായിരുന്നു? ഞാൻ ഇതെല്ലാം നിങ്ങളെ വിശ്വസിച്ചു. നിങ്ങളെ കണ്ണടച്ചു പോയി വിശ്വസിച്ച എന്റെ ഏറ്റവും വലിയ കുഴപ്പം. അല്ലെങ്കിലും ഇത്രയും കാലം നിങ്ങൾക്ക് എന്നെ പറ്റിക്കാനായിട്ട് തോന്നിയില്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പൊട്ടിക്കരയണം. ശ്രുതി, ജോലി ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വിലയെ വീട്ടിൽ കാണത്തില്ല. അതോടൊപ്പം തന്നെ നീ എന്ത് കരുതുമെന്ന് വിചാരിച്ച അതുകൊണ്ട് എന്തായി? അവസാനം എല്ലാം തകർന്നു പോയില്ലേ? ഇപ്പൊ ആരും ഒന്നും അറിഞ്ഞില്ലല്ലോ അല്ലേ? എല്ലാവരുടെ മുന്നിൽ വെച്ചാ സച്ചി വിളിച്ചു പറഞ്ഞ് കേട്ടില്ലേ? ഇതിൽ പല ഒരു അപമാനം വേറെ കിട്ടാനുണ്ടോ? ശ്രുതിക്കറിയാലോ, എനിക്കാണെങ്കിൽ ആരുമില്ലാത്തവരാ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് ഒത്തിരി പ്രതീക്ഷയായിരുന്നു. ഈ വീട്ടിൽ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാന്നൊക്കെയുള്ള. പക്ഷെ എന്റെ ആ പ്രതീക്ഷകളൊക്കെ തകർന്നു പോയത്. എല്ലാം കൂടെ തകർത്ത് കളഞ്ഞിട്ട് ശ്രുതി എന്ത് നേടിയെന്ന് ചോദിക്കുക. അങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് ശ്രുതിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവസാനം പറഞ്ഞു, നിന്റെ കാല് വീണ് വേണം ഞാൻ മാപ്പ് പറയാം. എന്നോട് ക്ഷമിക്കാൻ പറയണേ. വേണ്ട വേണ്ട, എന്നോട് ആരും ഇനി ക്ഷമയൊന്നും ചോദിക്കണ്ട, എനിക്ക് മനസ്സിലായെന്ന് പറയാം. ശ്രുതി എന്നോട് ക്ഷമിക്കാനും പറഞ്ഞിട്ട് വീണ്ടും പോയി ശ്രുതിയുടെ കയ്യാലേക്ക് അങ്ങ് തൊടുവാണ്. തൊട്ടു പോരുത് എന്നെ. ഇത്രയും കള്ളത്തരം ചെയ്തിട്ട് ഇനി എന്നെ സൂപ്പിടാൻ വന്നിരിക്കുന്നോ? എനിക്ക് മുഖം പോലും കാണണ്ട. എങ്ങോട്ടേലും ഇറങ്ങിപ്പോക്കോ, എന്റെ മുറിയിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോ എന്നും പറഞ്ഞിട്ട് ശ്രുതിനെ അവിടുന്ന് തള്ളി അങ്ങോട്ട് മാറ്റുവാണ്. അവസാനം ശ്രുതിക്ക് മുറിയിൽ നിന്ന് ഇറങ്ങി പോകേണ്ടതായിട്ട് വന്നു. ശ്രുതി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുവാണ്. താന് ഇത്ര പ്രതീക്ഷിച്ചില്ല ശ്രുതി ഇങ്ങനെ ഒരു കള്ളത്തരം കാണിക്കുന്നു. സച്ചിയൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവനെ വിശ്വസിക്കരുത്, ഇവന് കാൽവാരിപ്പണി കാണിക്കുന്നൊക്കെ. പക്ഷെ അന്നൊന്നും അത് വിശ്വസിച്ചില്ല. അതിന്റെ കൂലിയാ തനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സമാധാനക്കേടായിരുന്നു. പിന്നീട് ശ്രുതി നേരെ പോന്നെ മീരയുടെ അടുത്തേക്കാണ്. മീരയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. പെട്ടെന്ന് മീര വെച്ചു, എന്ത് പറ്റി ശ്രുതി? നീ എന്താ കരയണ? കണ്ണൊക്കെ നിറഞ്ഞിരിപ്പുണ്ടല്ലോ എന്ന് ചോദിക്കും. ഒന്നുമില്ല, കാര്യം എന്താന്ന് തെളിച്ചു പറ. അത് പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം. ശ്രുതിക്ക് ജോലിയില്ലാന്ന് എല്ലാം കേട്ട് ഞാൻ മീര പറഞ്ഞു. ഞാൻ അന്നേ പറഞ്ഞല്ലേ അവനെ വിശ്വസിക്കരുതെന്ന്. ജോലിക്ക് പോകാൻ മണ്ട മടിയുള്ള കൂട്ടത്തിലാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നിന്നെ ശരിക്കും അവനെ പറ്റിക്കുമല്ലേ ചെയ്തേന്ന് ചോദിക്കും. എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ മുമ്പ് നിനക്ക് പലതവണ ചെയ്ത് തരുകയും ചെയ്തല്ലേ ശ്രുതിയുടെ പോക്ക് ശരിയല്ല, അവൻ ജോലിക്ക് പോകാൻ മടിയുള്ളവനാന്നൊക്കെ. അപ്പൊ നീ എന്താ പറഞ്ഞേ? എന്റെ ശ്രുതിയെ കുറിച്ച് നീ അനാവശ്യമൊന്നും പറയണ്ട, എനിക്കറിയാം അവൻ നല്ലവനാ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ. ഇപ്പൊ തന്നെ നിനക്കിട്ട് നല്ല പണി തന്നില്ലേന്ന് ചോദിക്കും. എന്നാലും അവനിങ്ങനെ ചതിക്കൂന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൻ എങ്ങനെ തോന്നി ഞാൻ ഇത്ര സ്നേഹത്തോടെ ഇരുന്നിട്ട് എന്നെ ചതിക്കാനായിട്ട്? ഇത് കേട്ടതും മീര പറഞ്ഞു, അല്ല നീ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ കല്യാണം കഴിഞ്ഞാണ് നിനക്കൊരു കുട്ടിയുണ്ടെന്നുള്ള കാര്യം ഇതുവരെ അവനെ അറിയത്തില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അപ്പൊ ഇതിനേക്കാളും വലിയ കള്ളത്തരല്ലേ നീ മറച്ചു വെച്ചിരിക്കുന്നേ? അപ്പൊ നീ അതിനെക്കുറിച്ച് എന്താ ചിന്തിക്കാത്തെ? അതെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിയുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കാം. ഇത് കേട്ടതും ശ്രുതി ഒന്നും മിണ്ടിയില്ല. അല്ല, ഞാൻ ചോദിച്ച ന്യായമായിട്ടുള്ള കാര്യല്ലേ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അതിനെക്കുറിച്ച്? ഇല്ല, ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. അതാ പറഞ്ഞേ, ഇന്നല്ലെങ്കിൽ നാളെ ശ്രുതി സത്യങ്ങളൊക്കെ തിരിച്ചറിയും. ആ സമയത്ത് നീ എന്ത് മറുപടി പറയും? അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞേ, കള്ളത്തരൊന്നും പറയണ്ട, ഉള്ള സത്യം എല്ലാം കൂടി തുറന്നു പറഞ്ഞേരെ. അതാണ് പിന്നെ നമുക്ക് ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. സന്തോഷത്തോടെ മുന്നോട്ട് പോവാം. കാര്യങ്ങളൊക്കെ പരസ്പരം മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ വീട്ടിൽ ആരോട് പറഞ്ഞില്ലേലും ശ്രുതിയോടെങ്കിലും നീ ആ കാര്യം പറയണായിരുന്നു. ഇപ്പൊ ശ്രുതി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ നിനക്ക് സഹിച്ചില്ല. അപ്പൊ അതിന്റെ ഇരട്ടി വേദനയായിരിക്കില്ല അവൻ ഉണ്ടാകാനായിട്ട് പോന്നേ. അപ്പൊ പിന്നെ നിനക്ക് അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുമോ അവന്റെ മുന്നിൽ? പിടിച്ചിരിക്കാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് ചോദിക്കുക. ഇതിപ്പം ആ സച്ചി ഒക്കെ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? അവനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലേ അവനൊരു പക്ക ഊടായ്പാന്നുള്ള കാര്യം. ഇതിനു മുമ്പ് വീട്ടിൽ നിന്ന് പണം അടിച്ചു മാറ്റിക്കൊണ്ടു പോയ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ? എന്നിട്ട് പിന്നെ നിനക്ക് എന്താ? നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ?
നീ അല്ലെങ്കിൽ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയണമായിരുന്നു. ഇതാണ് പറ്റിയ അവസരമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ നീ ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോന്ന് ചോദിക്കുക. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയണേ? എന്ത് ചെയ്യാനാ? ചെന്നിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും. തിരിച്ചു പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. അതാ ഞാൻ നോക്കിയിട്ട് നല്ല കാര്യം എന്ന് പറയാം. ശ്രുതി നീ വേണ്ട, എനിക്കിനി അവന്റെ മുഖം കാണാൻ പോലും പറ്റില്ല, മുഖത്ത് നോക്കാൻ പോലും മടിയാന്ന് പറയണം. ഓ അത്രയ്ക്കൊക്കെ ആയോ? ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി നിനക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തോണ്ട് വരാം. ഒരു ചായ കുടിച്ചു കഴിയുമ്പം ആളങ്ങോട്ട് ഓക്കെ ആ നീ ഇവിടെ ഇരിക്കാൻ പറയണം. വേണ്ട, എനിക്ക് ചായ ഒന്നും വേണ്ട, ചായ കുടിക്കുന്നീയ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നും പറഞ്ഞിട്ട് മീര അകത്തേക്ക് ചായ എടുക്കാൻ പോവാണ്. അങ്ങനെ മീര ചായയൊക്കെ എടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിനെ കാണുന്നില്ല. അവിടെ എല്ലാം വിളിച്ചു നോക്കി, അവിടെ ഇല്ല. ആ സമയത്ത് മീരയ്ക്ക് മനസ്സിലായി ശ്രുതി എങ്ങോട്ടോ പോയെന്ന്. എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല. ഒരു പക്ഷെ വീട്ടിലേക്കായിരിക്കോ? വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യണം, ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. മീര കോൾ ചെയ്തു. കോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉടനെ ശ്രുതി ഫോൺ എടുത്തിട്ട് ഹലോ ശ്രുതി എന്നാ പറയണേ. ശ്രുതി അല്ല, ഇത് മീരയാന്ന് പറയാണ്. അല്ല ശ്രുതി അവിടെ വന്നില്ലേന്ന് ചോദിക്കും. ശ്രുതിയുടെ വന്നായിരുന്നു, പക്ഷെ വന്നിട്ട് പോയി. അങ്ങോട്ട് എത്തിയോന്ന് ചോദിക്കുക. ഇങ്ങോട്ട് വന്നില്ല. നിങ്ങൾ എന്ത് പരിപാടിയാ ശ്രുതി കാണിച്ചത്? നിങ്ങൾ കാരണം അവിടെ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയോ? ഇവിടെ വന്നിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ഓരോന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞു. പിന്നീട് ഇവിടെ ഞാൻ ചായ എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേനും ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ ചായ എടുക്കാനായിട്ട് അകത്തേക്ക് പോയത്. അകത്ത് പോയിട്ട് ഇറങ്ങി വന്ന സമയത്ത് അവളെ കണ്ടില്ല എന്ന് പറയാണ്. ശ്രുതി പറഞ്ഞു, അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. എന്തബദ്ധം? ശ്രുതിനെ വിശ്വസിച്ചാണ് അവള് ചെയ്ത് തെറ്റ്. ഞാൻ പലപ്പോഴും അവൾക്ക് വാൺ ചെയ്താ ഇത്ര അന്ധമായിട്ട് വിശ്വസിക്കില്ലെന്ന്. പക്ഷെ അവൾ അതൊന്നും കേട്ടില്ല. ശ്രുതിനെ അത്ര കാര്യമായിരുന്നു. എന്നിട്ടാണ് ശ്രുതി ഈ ചതി അവളോട് ചെയ്തതെന്ന് ചോദിക്കാം. അതങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എനിക്ക് ജോലിയില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ എങ്ങനെയായിരിക്കും എന്നോട് പ്രതികരിക്കുക എന്ന് ഓർത്തു. ജോലിയില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളൊന്ന് പിടിച്ച് തിന്നാനൊന്നും പോകത്തില്ലോ. പക്ഷെ ഈ ചതി ചെയ്യുന്നേക്കാളും ഭേദമല്ലായിരുന്നോ ഉള്ള സത്യം അങ്ങോട്ട് തുറന്നു പറയണേ. ഇപ്പൊ എന്തായി? ഇപ്പാണ്ട് അവൾ എങ്ങോട്ടോ പോയി. അവള് നല്ല മാനസിക ബുദ്ധിമുട്ടില്ല. എന്തേലും കടുങ്കൈ ചെയ്യാൻ പോയതാണെന്ന് അറിയത്തില്ല. അങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രുതി അകത്ത് പോയി ഗോതമ്പുണ്ട തിന്നേണ്ടി വരും, അറിയാലോ. ശ്രുതി എന്തേലും കടുങ്കൈ ചെയ്ത് ശ്രുതിയുടെ പേരിലെ കുറ്റം വരാനായിട്ട് പോകുന്നുള്ളൂ. കുടുംബത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നറിഞ്ഞാ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, എവിടെയാന്ന് വെച്ചാൽ പോയി അന്വേഷിച്ച് കണ്ടെത്താൻ നോക്ക്. ഇത് കേട്ടതും മീരയോട് ശ്രുതി പറഞ്ഞു, അതെ മീരയും കൂടെ അവിടെ അന്വേഷിക്കാമെന്ന് ചോദിക്കാം. ഇവിടെയൊക്കെ ഞാൻ നോക്കട്ടെ. ഇനി ഇവിടെ ഇവിടുത്തോള് കാണാൻ വഴിയില്ല. എങ്ങോട്ടാ പോയത് ഒന്നും അറിയത്തില്ല. അവളുടെ മനസ്സിന് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് അവള് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എന്തേലും കാണിച്ചു കൂട്ടുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പോയി അന്വേഷിച്ച് തപ്പി കണ്ടുപിടിക്കാൻ പറയാണ്. ഇത് പറഞ്ഞിട്ട് മീര കോള് കട്ട് ചെയ്യണം. കോള് കട്ട് ചെയ്തപ്പോൾ തന്നെ ശ്രുതിക്ക് സമനിലറ്റതുപോലെ തോന്നി. ദൈവമേ, അവളെങ്ങാൻ ഇനി വല്ലതും പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ താൻ തൂങ്ങേണ്ടി വരും. അതിനേക്കാൾ ഉപരി അവൾക്ക് അത്ര മനോവിഷമം ഉണ്ടായിരുന്നു. ഇത്രയൊന്നും പ്രതീക്ഷയല്ല താന് അങ്ങനെയൊക്കെ ചെയ്തേ. ആ സമയത്ത് നിലനിൽപ്പിന് വേണ്ടി ചെയ്താ. പക്ഷെ ആ സച്ചിയാണ് എല്ലാത്തിനും കാരണക്കാരൻ. അവനിതൊന്നും വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഇപ്പൊ സംഭവിക്കില്ലായിരുന്നു. അപ്പൊ സച്ചിയുടെ നേർക്കാ ദേഷ്യം മൊത്തം ശ്രുതിയുടെ. അന്നെങ്കിൽ താൻ ചെയ്ത് തെറ്റായി പോയെന്നൊരു ചിന്ത ഒന്നും ഉണ്ടാകുന്നില്ല. അവൻ കാരണമല്ലേ തന്റെ കള്ളത്തരം കണ്ടുപിടിച്ച് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. പിന്നീട് രേവതിയും സച്ചിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേക്കും രവീന്ദ്രനും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു. ആ സമയത്താണ് ഒരു കൊടുങ്കാറ്റ് പോലെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി വന്നിട്ട് ചന്ദ്രമതിനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ ശ്രുതിനെ കാണുന്നില്ല എന്ന് പറയണ. ശ്രുതിനെ കാണുന്നില്ലേ? നീ അവിടെ എവിടെയെങ്കിലും നോക്ക്, അവൾ എവിടെ പോകാൻ, അവിടെ കാണുന്നു പറയാം. അതല്ലമ്മേ, അവള് മീരയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നിട്ട് അവിടുന്ന് എങ്ങോട്ടോ പോയി, എങ്ങോട്ടാന്ന് അറിയില്ല എന്ന് പറയണം. മീര ചായം കൊണ്ട് വന്ന സമയത്ത് അവളെ അവിടെ കണ്ടില്ലെന്ന് പറയണം. കണ്ടില്ലേ? നീ എന്തൊക്കെയാടാ പറയണെന്ന് ചോദിക്കും. അതെ, അവിടെ ചെന്നിട്ട് അവള് ഭയങ്കര കരച്ചിലായിരുന്നു. അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരുത്തനാ. നിനക്ക് മര്യാദയ്ക്ക് ഏതെങ്കിലും ജോലിക്ക് പോകായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവരും ചോദിക്കും. അത് പിന്നെ അങ്ങനെ സംഭവിച്ചു പോയില്ലേ അമ്മേ? എല്ലാത്തിനും കാരണക്കാരൻ ഞാനല്ല, ആ സച്ചിയാണ്. അവനാണ് ഇതെല്ലാം ഇവിടെ വന്ന് വിളമ്പിയത്. അവനിങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അവളെങ്ങാനും കാണാതെ പോയി എന്തേലും ചെയ്താണ്ടല്ലോ എല്ലാരും അമ്മ സഹിതം പോയി തൂങ്ങേണ്ട വരും. ഞാൻ പറഞ്ഞേക്കാം. ഇത് കേട്ടതും ചന്ദ്രമതിക്ക് വെപ്രാളമായി. ചന്ദ്രമതി സച്ചിയോട് ചോദിച്ചു, ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ? ഞാൻ എന്ത് ചെയ്തെന്ന? അല്ല, നിനക്കായിരുന്നല്ലോ ഭയങ്കര ചൂട്. എല്ലാവരുടെ മുന്നിൽ വെച്ച് അവതരിപ്പിക്കണം. ശ്രുതി എങ്ങാനും പോയി എന്തെങ്കിലും ആത്മഹത്യ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ പേരിലും കൂടെ കേസ് വരുമെന്ന് പറയാണ്. സച്ചി പറഞ്ഞു, എന്റെ പേരിലോ? അതിന് മാത്രം വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്ത് തെറ്റാ ഞാൻ ചെയ്തിരിക്കുന്നേ? ഇവന്റെ കള്ളത്തരം കണ്ടുപിടിച്ചു, അത് വലിയ തെറ്റാണോ? ഇവൻ വലിയ പുണ്യവാളാനും പറഞ്ഞ് നടന്നിട്ടല്ലേ? ഇത്രയും കാലം 1-2 ദിവസമല്ല 3-4 മാസം വീട്ടിൽ പറ്റിച്ച് നടക്കാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമാണെന്ന് ചോദിക്കും. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, സച്ചി അത് നീ പറയുന്നതിന് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ പറയുന്നതിനൊക്കെ ഒരു രീതി ഉണ്ടായിരുന്നു. നിനക്ക് വേണമെങ്കിൽ എന്നോട് തന്നെ വന്ന് ഈ കാര്യങ്ങൾ പറയായിരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ട്, അച്ഛൻ അന്വേഷിക്കണം. പക്ഷെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവളൊരു ഭാര്യയല്ലേ, അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടായിരിക്കും അവള് പോയത്. ഇത് കേട്ടപ്പോ സച്ചി ചോദിച്ചു, അല്ല അപ്പൊ എന്റെ ഭാര്യയ്ക്കൊന്നും ബാധകമല്ലേ? ഇന്നാൾ അവളെന്താ കാണിച്ചേ? എനിക്ക് ജോലി ഇല്ലാന്നും പറഞ്ഞോണ്ട് അവള് എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട്
ഇവിടെ വന്ന് വലിയ പ്രകടനമൊക്കെ നടത്തിയതല്ലേ. അപ്പൊ എന്റെ ഭാര്യ എത്രമാത്രം നാണം കെട്ട് എല്ലാവരുടെ മുന്നിൽ നിന്നു. അന്ന് എനിക്കൊരു ജോലിയും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വണ്ടി കഴുകാനെങ്കിലും പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നോ? അപ്പൊ ഇന്ന് അവൾക്ക് അന്ന് ബാധകമല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും രവീന്ദ്രൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ചന്ദ്രമതി പറഞ്ഞു, കൂടുതൽ നീ ന്യായവാദങ്ങളൊന്നും പറയണ്ട. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറയണം. ശ്രുതി എന്ന് സച്ചിയുടെ കോളർന്ന് കയറി പിടിച്ചു പറഞ്ഞു. എടാ, മര്യാദയ്ക്ക് ശ്രുതി എവിടെ നിന്ന് കണ്ടെത്തിക്കോണെന്ന് പറയാ. ഞാൻ കണ്ടെത്താനാ? നിന്റെ ഭാര്യനെ പോയി നീ വേണേ അന്വേഷിക്കടാ. എന്റെ ജോലി അതൊന്നും അല്ല എന്ന് പറയാ. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, ഇനി അങ്ങോട്ട് കൊണ്ട് തർക്കം വേണ്ട. സച്ചി, നീ ചെല്ലാൻ പറയണ. എങ്ങോട്ട്? എനിക്ക് പറ്റില്ല അച്ഛാ. ഇവന്റെ ഭാര്യനെ വേണേ ഇവൻ പോയി കണ്ടുപിടിക്കട്ടെ. ഇവൻ ചെയ്ത കൊള്ളരുതായ്മയുടെ ബലമല്ലേ. ഇവനല്ലേ എല്ലാം കാണിച്ചു കൂട്ടി വെച്ചേ. പിന്നെ ഞാനെന്തിനാ അതിന്റെ പുറകെ പോകുന്നേ? അതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ലെന്ന് പറയണം. അപ്പോഴേക്കും വർഷ പറഞ്ഞു, അതെ, ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല. അത് നൈസായിട്ട് അവതരിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഇത്ര വലുതായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ശ്രുതിക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. എല്ലാരും വിളിച്ചുകൂട്ടി പറയണ്ടായിരുന്നു പറയാം. ഇപ്പൊ എല്ലാരും കൂടെ എന്നെ വിധിക്കാൻ വന്നില്ലേ? വാദി പ്രതിയായ അവസ്ഥയിലാണല്ലോ. നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്ന് സച്ചി പറയണം. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പൊ തെറ്റ് ശരിയും നോക്കാനുള്ള സമയമല്ല. അവൾ എങ്ങോട്ടാ പോയത് എന്താണെന്നും അറിയത്തില്ല. പിന്നീട് ശ്രുതിയോട് പറഞ്ഞു, ചെല്ലടാ, ഇവന്റെ കൂടെ പോ, കാർ എടുത്തോണ്ട് പോവാ സച്ചി എന്ന് പറയണ. ഇത് കേട്ടപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, കാർ എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ വണ്ടിക്കൂലി ഇവൻ തരുവോ? ചുമ്മാ വെള്ളം ഒഴിച്ചാൽ ഓടുന്നല്ല, അതിനകത്ത് പെട്രോൾ തന്നെ ഒഴിക്കണമെന്ന് പറയാം. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, പൈസയൊക്കെ അന്ന് തന്നോളാന്ന് പറയണം. തന്നോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പൈസ തരണം. അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്റെ ഭാര്യ അന്വേഷിച്ചു പോകേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതും ഇവനെ പോലുള്ള ഒരു ഓട്ടക്കാരന്റെ. ഇവൻ പണ്ടേ ഓട്ടക്കാരനാണല്ലോ. അപ്പൊ ഇവന്റെ ഭാര്യ അതുപോലെ തന്നെ ആയിരിക്കും. ഓട്ടക്കാരൻ ശ്രുതിയുടെ ഭാര്യ, ഓട്ടക്കാരി ശ്രുതി, അത്രയ്ക്കേ ഉള്ളൂ എന്ന് പറയാം. പിന്നെ രവീന്ദ്രൻ വഴക്കുറഞ്ഞിപ്പോ വാടാ പോയി അന്വേഷിക്കാന്ന് പറഞ്ഞോണ്ട് അങ്ങനെ സച്ചി ശ്രുതിനെയും കൂട്ടി അന്വേഷിക്കാനായിട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനി എന്തായി തീരും, എങ്ങനെയാ തീരും എന്ന് അറിയത്തില്ല. ഇനി ശ്രുതി ഏത് വഴിക്ക് പോയെന്ന് അറിയത്തില്ല. എന്നാണെങ്കിലും ശ്രുതിക്ക് നല്ല പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരുടെ മുന്നിൽ നാണം കെടുകയും ചെയ്തു, ശ്രുതി ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു.